തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠനാവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്ന ആശങ്ക. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. തൃശൂർ ഡെപ്യൂട്ടി DMO സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂളിൽ അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി DMO. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ച തൃശൂർ സ്വദേശികൾ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. വാർത്തകൾ വിശദമായി. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രമുഖ ക്ഷേത്രമാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കാണ് ഒരു സ്ത്രീ പ്രവേശിച്ചത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ സ്ത്രീ 60 രൂപ വിലയുള്ള ധാര അത് 20 എണ്ണം റെസിറ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. നാലമ്പലത്തിനകത്ത് കടന്ന് തുടർന്ന് അവരുടെ കയ്യിൽ കദളിപ്പഴമുണ്ടായിരുന്നു. ഈ കദളിപ്പഴവുമായി ശ്രീകോവിലിന് മുന്നിലെത്തി. ഈ ശ്രീകോവിലിന് മുന്നിൽ വാതിൽപ്പടിയിൽ കദളിപ്പഴം വയ്ക്കുക പതിവാണ് ഭക്തർ. എന്നാൽ ഇവർ അതിന് കാത്തു നിൽക്കാതെ ഈ കദളിപ്പഴവുമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ 2 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ജീവനക്കാരും ക്ഷേത്രത്തിലെ പൂജാരിയും ബഹളം വെച്ചതോടുകൂടി പിന്നീടാണ് അവരെ പുറത്ത് കൊണ്ടുവന്ന് പോലീസിനെ വിളിച്ച് പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ജീവനക്കാരോട് വിശദീകരണം ചോദിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഹൈക്കോടതി പ്രത്യേകം നിരീക്ഷിക്കുകയുള്ളതാണ്. അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഭക്തർ പരാതി നൽകുകയും ചെയ്യാറുണ്ട്. വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ. ഈ സംഭവം കൂടി ഉണ്ടായതോടെ വലിയ വിവാദമായിരിക്കുകയാണ്. ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് നേരിട്ടും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്താനും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുമായി വിഭാവനം ചെയ്ത രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠനാവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്നാണ് ആശങ്ക. വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി മുൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്ത് 2019 രാമവർമ്മപുരത്ത് പ്രവർത്തനം ആരംഭിച്ച വിജ്ഞാൻ സാഗർ ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ്. ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വർക്കിംഗ് മോഡലുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതിനാൽ അവ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനപ്രകാരം അത് ഒരു സ്വകാര്യ സംരംഭകന് ലീസിന് നൽകിക്കൊണ്ട് റോബോ പാർക്ക് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുവഴി ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല ശാസ്ത്രപ്രേമികൾക്കൊക്കെ തന്നെ വലിയൊരു സ്ഥാപനം നഷ്ടമാകുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രമേയം പാസാക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വരിക തന്നെ ചെയ്യും, ഇതൊരു സർക്കാർ പോളിസി നടപ്പാക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. സർക്കാർ പോളിസികൾക്കോ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിരല്ല. വിജ്ഞാൻ സാഗറിന്റെ വശത്ത് ISRO സ്ഥാപിച്ച റോക്കറ്റിന്റെ മാതൃക തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. വിജ്ഞാൻ സാഗറിന് വേണ്ടി പണമുടക്കി സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ KSEB തിരിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് സ്ഥാപനത്തിന്റെ കെട്ടിടവും 8 ഏക്കറോളമുള്ള ഭൂമിയും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് റോബോ പാർക്ക് എന്ന സംരംഭത്തിന് കൈമാറാൻ ജില്ലാ പഞ്ചായത്ത് ധാരണയായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞാനം പകരാനും ശാസ്ത്ര പരീക്ഷണങ്ങൾ, വാനനിരീക്ഷണം, പ്രകൃതി നിരീക്ഷണം എന്നിവ നടത്താനും വിഭാവനം ചെയ്ത സ്ഥാപനത്തിന് പുതിയ സംരംഭം ഭീഷണിയാകുമെന്ന ആശങ്കയാണ് ശാസ്ത്ര കുതുകികൾ പങ്കുവയ്ക്കുന്നത്. വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ശാക്തീകരിച്ച് സംരക്ഷിക്കാനും അതിന് വിഘാതമാകുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാനും ആവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു.
പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പഞ്ചായത്തുകളുടെ മുതൽ MP-യുടെ ഫണ്ട് വരെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനകത്ത് 3D തിയേറ്റർ, പ്ലാനറ്റോറിയം പോലെയുള്ള വികസനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിസ്മൃതിയിലാവുകയും പകരം അവിടെ പ്രവേശന ഫീസ് വെച്ചിട്ട് റോബോ പാർക്ക്, ഡ്രോണ്, പിന്നെ ഹോട്ടല് അങ്ങനെയൊക്കെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് അവിടെ വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ഈ ശാസ്ത്ര സ്ഥാപനം പ്ലാൻ ചെയ്തത് അത് ഇല്ലാതാവുകയും പകരം വേറൊന്ന് വരികയും ചെയ്യും. ഉപാധി വെച്ചിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ പഞ്ചായത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്ഥലം കൈമാറിയിട്ടുള്ളത്. സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്ക് വരുന്നതിൽ ആരും എതിരല്ല. ശാസ്ത്രബോധവൽക്കരണം ലക്ഷ്യമിട്ട പൊതുസംരംഭമായ വിജ്ഞാൻ സാഗറിനെ വിഴുങ്ങിക്കൊണ്ട് ഒരു സ്വകാര്യ സംരംഭം കൊണ്ടുവരുന്നതാണ് ശാസ്ത്രപ്രേമികളെ ആശങ്കയിലാഴ്ത്തുന്നത്. TCV തൃശൂർ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ TV അനൂപ് സ്കൂളിൽ സന്ദർശനം നടത്തി. പ്രധാന അധ്യാപികയുമായി ചർച്ച നടത്തിയതിനു ശേഷം സ്കൂൾ പരിസരവും കിണറും ശുചിമുറികളും പാചകപ്പുരയും ഡെപ്യൂട്ടി DMO പരിശോധിച്ചു. അതേസമയം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും ശുചിമുറികളും അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡെപ്യൂട്ടി DMO അറിയിച്ചു. വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂവെന്നും നിർദ്ദേശിച്ചു. രോഗബാധിതരായ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ കാരണം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഒരു കുട്ടിയുടെ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ അമീബയുടെ വ്യാപനം ഇത്രയധികം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ഡെപ്യൂട്ടി DMO അറിയിച്ചു. ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് VR ഭരത് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, ഡോക്ടർ നിഹാര എന്നിവരും ഡെപ്യൂട്ടി DMOയോടൊപ്പം ഉണ്ടായിരുന്നു. TCV എരുമപ്പെട്ടി. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ കുറ്റിക്കാട്ടിൽ ചാലിൽ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത്. പാലക്കാട് സ്വദേശി റിയ, മകൾ ടൈറ, തിരുവല്ല സ്വദേശി ഗീത സോജി എന്നിവരാണ് മരിച്ച മറ്റു മലയാളികൾ. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം. 28 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 14 പേർ മലയാളികളായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബിജോയ് ചേരുന്നു. ബിജോയ്, എന്താണ് വിവരങ്ങൾ? വെങ്കിടങ്ങ് സ്വദേശിയായിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ മരിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. വെങ്കിടങ്ങ് മടക്കായിൽ മുഹമ്മദ് ഹനീഫയുടെ ഭാര്യ ജസ്ന, മകൾ റൂഹി മെഹറിൻ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഹനീഫയ്ക്കും ഭാര്യ ജസ്നയും അവിടെ ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. മുഹമ്മദ് ഹനീഫ അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു. ഭാര്യ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. ഇവർ ഖത്തറിൽ നിന്നും വിനോദയാത്ര പോയതായിരുന്നു. ഒരു സംഘത്തിന്റെ കൂടെയാണ് യാത്ര പോയിരുന്നത്. അവിടെ വെച്ചുണ്ടായ അപകടത്തിലാണ് 3 പേരും അപകടത്തിൽപ്പെട്ടു. ഭാര്യയും മകളും മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. മകൻ മുഹമ്മദ് ഹനീഫ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വീട്ടുകാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ബിജോയ്, അതിൽ 14 മലയാളികൾ ഉണ്ടായിരുന്നുവല്ലോ, അവരുടെ ആരോഗ്യനില എങ്ങനെയായിരുന്നു? മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. കൂടുതലായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളത് വെങ്കിടങ്ങ് സ്വദേശികളായ 2 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അവരുടെ വീടുകളിൽ നമ്മൾ പോയിരുന്നു. അവിടെ വീടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയാണ് വിവരങ്ങൾ നൽകിയത്. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 6 മലയാളികളാണ് മരിച്ചത്. വെങ്കിടങ് സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത്. പാലക്കാട് സ്വദേശി റിയ, മകൾ ടൈറ, തിരുവല്ല സ്വദേശി ഗീത സോജി, ഐസക് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. മുതുവറയിൽ രൂപപ്പെട്ട കുരുക്ക് അയ്യന്തോൾ പഞ്ചിക്കൽ വരെ നീളുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും കുരുക്കൊഴിവാകുന്നില്ല. മുതുവറയിലും പുഴയ്ക്കലിലും റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പോലീസ് ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുമ്പോഴും ക്യൂ പാലിക്കാതെ വരുന്ന ബസ്സുകൾ ഗതാഗതം താറുമാറാക്കുകയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരെ നിയന്ത്രിക്കാനാവാതെ പോലീസും നിസ്സഹായരാണ്. ഈ കുരുക്കുകൾ മറികടന്നു വരുന്ന വാഹനങ്ങളെ തടഞ്ഞിട്ട് പൂങ്കുന്നത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
തിരക്കേറിയ സമയത്താണ് മണ്ണുമാന്തി യന്ത്രവും ടാങ്കറും റോഡിലിട്ട് നിർമ്മാണ കമ്പനിയുടെ അറ്റകുറ്റപ്പണികൾ. ഇതോടെ പൂങ്കുന്നവും കുരുക്കിലായി. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ സഞ്ചാരികളെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. TCV തൃശൂർ. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മനേഷ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് സെക്രട്ടറി ലിജോയ് ചാമക്കാല, മണ്ഡലം വൈസ് പ്രസിഡന്റ് സിബി തെക്കിനിയൻ, ജനറൽ സെക്രട്ടറി ഷാജു കള്ളിയത്തുപറമ്പിൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പുറത്താക്കിയത്. ഇതോടെ പ്രാദേശിക തലത്തിൽ ഭിന്നത രൂക്ഷമായി. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പുറത്താക്കിയവരെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നു. KPCCക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണിവർ. വിദേശത്തുള്ള മകന്റെ അടുത്തേക്ക് പോകുന്ന മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യത്തിന് പകരം താൽക്കാലിക പ്രസിഡന്റിനെ നിയമിച്ചതോടെയാണ് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പകരം ചുമതല നൽകിയ ആൽബിൻ പൗലോസിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല. I ഗ്രൂപ്പുകാരനായ ആൽബിനെ സനീഷ് കുമാർ ജോസഫ് MLA ഇടപെട്ട് A ഗ്രൂപ്പിലെത്തിച്ച് പ്രസിഡന്റാക്കിയെന്നാണ് ആക്ഷേപം. താൽക്കാലിക പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ബഹളത്തിൽ മുങ്ങി. ചടങ്ങ് അലങ്കോലമാക്കിയതിൽ 4 പ്രവർത്തകർ സസ്പെൻഷനിലുമായി. പിന്നീട് MLAയുടെയും KPCC സെക്രട്ടറി A പ്രസാദിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗവും അലങ്കോലമായി. ഇരുവരെയും തടഞ്ഞുവെക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തത്. എന്തായാലും KPCC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയൂ. ന്യൂസ് ഡെസ്ക് TCV. ബേപ്പൂരിൽ ആഴക്കടലിൽ തീ പിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. തീ ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല. കപ്പലിൽ നിന്ന് കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കപ്പലുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാസവസ്തുക്കൾ കലരുമെന്ന ആശങ്കയിലാണ് തീരം. കപ്പലിൽ 157 ഇനം അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കിടെ കേരള തീരത്തുണ്ടാകുന്ന 2ാമത്തെ കപ്പൽ അപകടമാണിത്. വറുതിയുടെ പെരുമഴയുമായി വീണ്ടും ഒരു ട്രോളിംഗ് നിരോധന കാലത്തിന് തുടക്കം. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും. എന്നാൽ പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നവർക്ക് വിലക്കില്ല. അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിന്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പൽ അപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷക്കാലമായി മത്സ്യ സമ്പത്തിന്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിന്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടക്കെണിയിലുമാണ് ഇന്നുള്ളത്. ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാൻ കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വാഴാനി ഡാം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് വാൽവുകൾ തുറന്നു. 12.5 സെന്റിമീറ്റർ ഉയരത്തിലാണ് വാൽവ് തുറന്നത്. വടക്കാഞ്ചേരി പുഴയിൽ വെള്ളം കുറവായതിനാൽ പുഴയുടെ തീരത്തുള്ളവർ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 51.42 മീറ്ററാണ് ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ്. 62.48 മീറ്ററാണ് പരമാവധി ജലനിരപ്പ്. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിനാണ് വാൽവ് തുറന്നത്. AEPS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. ജലസേചന വകുപ്പ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കളക്ടറുടെ ഇന്നലെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുഴയിലെ ലെവൽ പരിശോധിച്ച് പരിമിതമായ അളവാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെറിയ അളവിൽ വെള്ളം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പുഴയിലൊരു വെള്ളം ഉയരുന്ന അവസ്ഥയോ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമോ നിലവിലില്ല.
പിന്നെ മഴയുടെ അളവനുസരിച്ച് നമ്മളിത് ക്രമീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളൊരു കരുതലായിട്ടാണ് ലെവൽ താഴ്ത്താൻ വേണ്ടി മാത്രമാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഇത് നമ്മളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ജലനിരപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്ലൂയിസ് ഷട്ടർ ക്ലോസ് ചെയ്യുന്നതാണ്. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമല്ലേശ്വരം സ്വദേശിനി പനാണ്ടിവലയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ൽ നെടിയതളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ തുറന്ന പോരാട്ടത്തിനൊരുങ്ങി ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സമിതി. പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ പോലും തടവുകാർക്ക് അതിസുരക്ഷാ ജയിലുകളിലടക്കം നിഷേധിക്കപ്പെടുന്നുവെന്ന് സംഘടന. അടിസ്ഥാന ആവശ്യങ്ങളായ ചികിത്സ, വിദ്യാഭ്യാസം എന്നിവ പോലും ചില തടവുകാർക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ളത്. ഇത്തരം നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തടവുകാരുടെ അധ്വാനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ജയിൽ വകുപ്പ് ഓരോ വർഷവും സമ്പാദിക്കുമ്പോഴും ജയിലിലെ തടവുകാർക്ക് അടിസ്ഥാന പ്രതിഫലമായി തുച്ഛമായ രൂപ മാത്രമാണ് നൽകുന്നതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. കയ്യാമം വെക്കുന്നതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ചികിത്സയെ ബന്ധപ്പെട്ട് സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ കയ്യാമം വെക്കുന്നതിനെ സുപ്രീം കോടതി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വളരെയധികം ഗൈഡ് ലൈൻസും അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽക്കെട്ടിനകത്ത് ഞാനാണ് നിയമം എന്ന് പറയുന്ന തരത്തിലൊരു ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിലും ജയിൽ വകുപ്പിലും മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ബോഡി ക്യാമറ നിർബന്ധമാക്കണം. കസ്റ്റഡിയിലെ പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ സ്വതന്ത്ര ഏജൻസികൾക്ക് രൂപം നൽകണം. വിചാരണ നടപടികൾ അനന്തമായി നീളുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണകൂടം അടിയന്തരമായി ഇടപെടണം. UAPA ചുമത്തുന്നതിൽ ഭരണകൂട പാർട്ടിയായ CPM-ന് ഇരട്ടത്താപ്പാണെന്നും സംഘടന കുറ്റപ്പെടുത്തി. UAPA തടവുകാരനായ രാജീവിന്റെ ഭാര്യ തങ്കമ്മ, മാവോയിസ്റ്റ് രൂപേഷിന്റെ മകൾ ആമി, സംഘടനാ ഭാരവാഹികളായ KK കൃപ, CP റഷീദ്, നിഹാരിക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഈ കറക്കം തുടങ്ങി അത് ലാപ്ടോപ്പും മൊബൈലൊക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ ഇത് അയ്യോ എല്ലാരും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പഞ്ചവാദ്യത്തിലെ താളപ്രമാണി ചേലക്കര സൂര്യനാരായണന്റെ സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. UR പ്രദീപ് MLA, തിരുവല്ലുവാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, വാദ്യകുലപതികളായ കോങ്ങാട് മധു, കുനിശ്ശേരി അനിയൻ മാരാർ, പാഞ്ഞാൾ വേലുകുട്ടി, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ, തിരുവല്ലുവാമല രാജൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഏകദേശം ഒരു 50 കൊല്ലമായിട്ട് ഏറ്റവും അടുത്ത പരിചയത്തിലുള്ള ഒരു എൽത്താളക്കാരൻ, പിന്നെ എൽത്താള പ്രമാണിയായി ഞങ്ങൾ ഒരുമിച്ച് അനവധി പരിപാടികളൊക്കെ 4 ദിവസം മുമ്പ് വരെ കൂടി തൊഴിൽപരമായിട്ടും അതെ വ്യക്തിപരമായിട്ടും അതെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളായിരുന്നു. ഈ രംഗത്തൊക്കെ തീർപ്പാകാത്തൊരു നഷ്ടം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ബഹുഭാഗമായിട്ട് പറയിച്ചാലും സത്യമാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു തീരാ നഷ്ടമാണ് പഞ്ചവാദ്യത്തിന്റെ താളത്തിന്റെ തന്നെ ഒരു നഷ്ടം. കേരളത്തിനകത്തും പുറത്തുമെല്ലാമായി അദ്ദേഹം ധാരാളം പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ വ്യക്തിയും കൂടിയാണ്. ചേലക്കരയുടെ ഒരു അഭിമാനം കൂടിയാണ് പ്രിയപ്പെട്ട ചേലക്കര സൂര്യൻ. അദ്ദേഹത്തിന്റെ വേർപാട് ചെറിയ കലാരംഗത്തുള്ളായിട്ടുണ്ട്.
കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാം ഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ് നടപടി തുടങ്ങി. പ്രതികൾ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലായി 1500ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. 50,000 മുതൽ 2.5 കോടി വരെ പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം ലഭിച്ച വൻ തുകകൾ പലരും ഫാം ഫണ്ടിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ഗുരുവായൂർ ബ്രാഞ്ചിൽ 14 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഒരു മാസം 10 ലക്ഷം ടാർജറ്റ് ഉണ്ടായിരുന്ന ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയും വീടുകളിലെ സ്വർണം വിറ്റുമാണ് ലക്ഷ്യം കണ്ടിരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഇപ്പോഴും പരാതികൾ കിട്ടുന്നു. നിലവിൽ ഫാം ഫെഡ് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി. ഫാം ഫെഡിന്റെ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. മതനിരപേക്ഷതയും ജനാധിപത്യവും മാർക്ക് വാങ്ങാനുള്ള വിഷയമായി മാറിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ 10ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളിൽ പോലും ജനാധിപത്യം ഇല്ലാതെയായി. ഇതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതില്ലാത്തിടത്ത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് മയക്കുമരുന്നിലേക്ക് ചെന്നെത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘടനാ പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ കൊല്ലം തുളസിയെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി K വിജയരാഘവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി T ബാലൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KK ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പെൻഷൻകാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് സമ്മേളനം ചർച്ചയിലൂടെ ആവശ്യപ്പെട്ടു. TCV സീനിയർ റിപ്പോർട്ടറും ഷോർട്ട് ഫിലിം സംവിധായകനും സിനിമാ പ്രവർത്തകനുമായിരുന്ന ജിയോ സണ്ണി അനുസ്മരണവും 4ാമത് ഹ്രസ്വചിത്ര പുരസ്കാര വിതരണവും തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമി പുരസ്കാര ജേതാവും പ്രശസ്ത വയലിനിസ്റ്റുമായ മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ മോഹം സബലീകരിക്കാൻ ഹ്രസ്വചിത്രങ്ങളുമായി ഇറങ്ങുന്ന ചെറിയ കലാകാരന്മാരെയും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്തിടത്തോളം കാലം ഇത്തരം ചടങ്ങുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു അവാർഡ് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. അതിന് അവാർഡ് ലഭിച്ച എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പ്രസ് ക്ലബിനെയും ഞാൻ അനുമോദിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ജിയോ സണ്ണിയുടെ അനുസ്മരണാർത്ഥം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഷോർട്ട് ഫിലിം മത്സര ജേതാക്കൾക്കുള്ള പുരസ്കാരവും മനോജ് ജോർജ് നിർവഹിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സുധീഷ് ശിവശങ്കരൻ സംവിധാനം ചെയ്ത ലുഡോസ് ഹാർട്ടാണ് നേടിയത്. ഹേനാചന്ദ്രൻ സംവിധാനം ചെയ്ത കുറ്റിപ്പെൻസിൽ 2ഉം ഹരിദേവ് കൃഷ്ണൻ സംവിധാനം ചെയ്ത സംവൺ 3ഉം സ്ഥാനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തൊഴിലും വ്യക്തിജീവിതവും ഒരുപോലെ കൊണ്ടുപോയ മാതൃകാപരമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ജിയോ എന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച കണ്ടന്റ് റൈറ്റർ ജെബിൻ ജോസഫ് അഭിപ്രായപ്പെട്ടു. എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും ഫാമിലി ലൈഫാണെങ്കിലും വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന, എല്ലാവരോടും വളരെ മൃദുഭാഷിയായിട്ടുള്ള, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരാളോട് അങ്ങനെ ദേഷ്യത്തോടുകൂടി പെരുമാറുന്നതോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായിരുന്നു തന്നെ കരുതാം. എല്ലാ രീതിയിലും വളരെ വലിയൊരു പ്രകാശം പൊഴിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജിയോ ചേട്ടൻ. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. ജിയോ സണ്ണിയുടെ പ്രിയതമ അനു, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, ജോയിന്റ് സെക്രട്ടറി B സതീഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകും. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും വ്യാഴാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂർ SMT സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിലാണ്. ബസ്സിൽ പോകേണ്ടി വന്നാൽ 3 ബസ് മാറി കയറി വേണം സ്കൂളിലെത്താൻ. അതിനുവേണ്ടി വരുന്ന സമയവും പണവും ലാഭിക്കാനാണ് ഈ അപകടയാത്ര. കുത്താമ്പുള്ളിയിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം പുഴയ്ക്കപ്പുറമുള്ള സ്കൂളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾ തോണിയിൽ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായി കുട്ടികൾ ഇത്തരം അപകടയാത്ര നടത്തുന്നു. കടത്തുകാരനായ ഉണ്ണിക്കുട്ടൻ 5 രൂപ മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത്. പല കുട്ടികളും പണം തന്നെ നൽകാറില്ല. എന്നും സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു സേവനമെന്ന രീതിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്നും ഉണ്ണിക്കുട്ടൻ പറയുന്നു. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട്
പാലം പണിയുന്നതിനായി 33 കോടി 14 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തിയായില്ല. വഞ്ചിയുടെ അടുത്തേക്കുള്ള വഴി കാടുപിടിച്ച് പന്നിക്കൂട്ടം ഏറെയുള്ളതിനാൽ പന്നികളുടെ ആക്രമണ ഭീഷണിയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാലത്തിലൂടെ നടന്നു പോവാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ കെ-റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി മെട്രോമാൻ ഇ ശ്രീധരന്റെ പ്രോജക്ട് റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ശിവദാസൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. AM സുരേഷ്, ഡോക്ടർ PS ബാബു, ഡോക്ടർ M പ്രദീപ്, VS ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയുമാണ് കോർപ്പറേഷൻ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ SSLC പരീക്ഷയിൽ 53ഉം +2 പരീക്ഷയിൽ 15ഉം വിദ്യാലയങ്ങളാണ് 100% വിജയം നേടിയത്. CBSE ഉൾപ്പെടെ 10ാം ക്ലാസ്സിൽ 972ഉം +2-ന് 795ഉം വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. കൂടാതെ +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ 2 വിദ്യാർത്ഥിനികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ടൗൺ ഹാളിൽ നടന്ന പുരസ്കാര ചടങ്ങ് P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി വിശിഷ്ട അതിഥിയായി. ഡെപ്യൂട്ടി മേയർ ML റോസി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡിവിഷൻ കൗൺസിലർ റജി ജോയ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം നൽകിയ സംവിധായകൻ M. മോഹന്റെ 1ാം ചരമവാർഷികം ശനിയാഴ്ച ആചരിക്കുന്നു. 2 ദിവസത്തെ അനുസ്മരണ പരിപാടി ദൃശ്യമോഹനം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. ഇരിങ്ങാലക്കുട പൗരാവലിയുടെയും മോഹൻ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ മോഹൻ ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് മന്ത്രി R. ബിന്ദു സമ്മാനിക്കും. മോഹൻ സംവിധാനം ചെയ്ത സിനിമകളുടെ പ്രദർശനം, അവലോകനം, മോഹൻ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നൃത്താവിഷ്കാരം, ഷോർട്ട് ഫിലിം മത്സരം എന്നിവ നടക്കും. മോഹന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒത്തുചേരുന്ന മോഹൻ സ്മൃതി സംഗമം ഒരുക്കിയിട്ടുണ്ട്. രാമനിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ പ്രദീപ് മേനോൻ, ജോയിന്റ് കൺവീനർ ഡോക്ടർ രാജേന്ദ്രൻ, കോർഡിനേറ്റർ PK ഭരതൻ, മോഹന്റെ പത്നി അനുപമ മോഹൻ എന്നിവരും പങ്കെടുത്തു. കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ചൂണ്ടൽ മേലേക്കാവ് സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ കുമാരന്റെ മകൻ മനോജിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുകയായിരുന്ന ധീരജ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് യാത്രികനെ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ മനോജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. പുതുരുത്തി നെയ്യമ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിന് പരിക്കേറ്റു. ആര്യമ്പാടം ഭാഗത്തു നിന്നും മങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എതിർദിശയിൽ നിന്ന് വന്ന കാറുമായി കൂട്ടിയിടിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികൻ തെക്കുംകര പുന്നംപറമ്പിൽ സ്വദേശി ലിബിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അരിമ്പൂരിലെ 3.5 വയസ്സുകാരികളായ ഇരട്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. 2 വർഷത്തിനിടെ 100 കണക്കിന് റീൽസുകളിലൂടെ നിരവധി ആളുകൾ കണ്ട ആലിയും നീലുവുമാണ് ഈ താരങ്ങൾ. അരിമ്പൂർ വടക്കൂട്ട് വിനീഷ് അശ്വതി ദമ്പതികളുടെ മക്കളായ നിഹയും നിലയുമാണ് ഈ കൊച്ചുമിടുക്കികൾ. കട്ട ലാലേട്ടൻ ഫാൻസുകാർ കൂടിയായ ഇവർക്ക് ലാലേട്ടനെ അനുകരിച്ച് കാണിക്കാനും ഏറെ ഇഷ്ടമാണ്. ഈ ഒരു ഇഷ്ടം മൂലം മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രങ്ങളായ കുഞ്ഞാലിയിൽ നിന്ന് ആലിയും മംഗലശ്ശേരി നീലകണ്ഠനിൽ നിന്ന് നീലുവും എടുത്ത് ആലി നീലു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ റീൽസുകൾ അമ്മ പോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ ഹിന്ദി പാട്ടുകൾ കൂടുതൽ കേൾപ്പിച്ചിട്ട്
അവര് ഒരു 2.5 വയസ്സ് 2.25 വയസ്സിന് തന്നെ ഒരു 10-40ഓളം പാട്ടുകൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്യൂണ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ലേ അമ്മ പാട്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ മുഹമ്മദ് റാഫിയുടെ പാട്ടൊക്കെ ഞാൻ ഇത് റാഫിയാണ്, പിന്നെ നമ്മുടെ റഹ്മാൻ സാർ, അങ്ങനെയൊക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി പാട്ടുകൾ. അതുപോലെ തന്നെ ലാലേട്ടന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാൻസ് ആണ് രണ്ടുപേരും. ഡാൻസും പാട്ടും 1.5 വയസ്സ് മുതലേ ഇവർക്ക് ഇഷ്ടമാണ്. പലരെയും അനുകരിച്ച് കാണിക്കലും ഇഷ്ടമാണ്. ഇപ്പോൾ ആലിക്കും നീലുവിനും ആരാധകരും കുറവല്ല. ലാലേട്ടനോടാണ് ആരാധനയെങ്കിലും ഡാൻസിന് ഹിന്ദി പാട്ടുകളാണ് ഇഷ്ടം. പാട്ടുകൾക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങിയുള്ള പ്രകടനം കൊണ്ട് ആരെയും ആകർഷിക്കുന്നതാണ് ഇവരുടെ റീലുകൾ. ആടിയും പാടിയും ആലിയും നീലുവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പുതിയ റീൽസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. TCV തൃശൂർ. വലപ്പാട് പോലീസിനെതിരെ യുവാവ് രംഗത്ത്. തന്നെയും മാനസിക വൈകല്യമുള്ള ജ്യേഷ്ഠനെയും പിതാവിനെയും ഒരു സംഘം വീട് കയറി മർദ്ദിച്ചിട്ടും അവർക്കെതിരെ കേസെടുക്കാതെ തന്നെ കള്ളക്കേസിൽ കുടുക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നാരോപിച്ചാണ് വലപ്പാട് സ്വദേശി പ്രമോദ് രംഗത്തെത്തിയത്. കഴിഞ്ഞ 1.5 വർഷമായി തന്നെ മർദ്ദിച്ചവരും വലപ്പാട് പോലീസും ചേർന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും പ്രമോദ് ആരോപിച്ചു. തങ്ങളെ ഉപദ്രവിച്ചവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കോടതി ഇടപെടണമെന്ന് തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രമോദ് ആവശ്യപ്പെട്ടു. വാണിജ്യം. ദേശീയ തലത്തിൽ അഭിമാന നേട്ടം കൈവരിച്ച് തൃശൂർ ദയ ഹോസ്പിറ്റൽ. ഔട്ട്ലുക്ക് ദേശീയ തലത്തിൽ നടത്തിയ ബെസ്റ്റ് ഹോസ്പിറ്റൽസ് സർവേയിൽ ദയ ജനറൽ ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗത്തിന് 5ാം സ്ഥാനവും കാർഡിയോളജി വിഭാഗത്തിൽ 9ാം സ്ഥാനവും ലഭിച്ചു. 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ ദയ ജനറൽ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റ് ആശുപത്രികളെ പിന്തള്ളിയാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. സേവന മികവ്, രോഗികളുടെ സുരക്ഷിതത്വം, വേഗത്തിലുള്ള ചികിത്സാ സേവനങ്ങൾ, ശസ്ത്രക്രിയാനന്തരമുള്ള പ്രശ്നങ്ങളിലെ കുറവ്, ഏറ്റവും ആധുനിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് 2 പ്രധാന ദേശീയ റാങ്കിങ്ങുകൾ സ്വന്തമാക്കിയത്. ഡോക്ടർ PT ഇക്ബാലാണ് കാർഡിയോളജി വിഭാഗം മേധാവി. ദയ ഹോസ്പിറ്റലിലെ സർജറി വിഭാഗം തെക്കേ ഇന്ത്യയിൽ 1ാം സ്ഥാനവും കാർഡിയോളജി വിഭാഗം കേരളത്തിൽ 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ 24 മണിക്കൂറും കൺസൾട്ടന്റിന്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെയും സേവനം ലഭ്യമാണെന്നും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സർജറികൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ദയ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നും ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും GI ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ VK അബ്ദുൾ അസീസ് പറഞ്ഞു. ഔട്ട്ലുക്കിന്റെ ഗ്രൂപ്പിന്റെ ഒരു സിഗ്നേച്ചർ പതിപ്പായ ഇന്ത്യസ് ടോപ്പ് ഹോസ്പിറ്റൽസ് എന്നൊരു വാർഷിക അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. NABS റിസർച്ച് എന്നൊരു സ്ഥാപനമാണ് ഔട്ട്ലുക്കായിട്ട് സഹകരിച്ച് ഈ റിസർച്ച് നടത്തിയത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ഇന്ത്യയിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒന്നാണിത്. ദയ ആശുപത്രിക്ക് NABH, NABL, CAHO, CSSO തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945, പവന് 71,560. വെള്ളി ഗ്രാമിന് 118, പ്ലാറ്റിനം ഗ്രാമിന് 3,888 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠനാവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്ന ആശങ്ക. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായ സംഭവം. തൃശൂർ ഡെപ്യൂട്ടി DMO സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂളിൽ അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി DMO. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ച തൃശൂർ സ്വദേശികൾ.
തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകൾ. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.